റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം നടന്ന മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ പ്രധാന വിഷയം തെരഞ്ഞെടുപ്പ് തന്നെയാണ്. UDF 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് ഇടതുപക്ഷം പോലും സമ്മതിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ച് ഇപ്പോഴും LDF തന്നെ അധികാരം പിടിക്കുമെന്ന് അവർ ഉറപ്പിക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ചാനലിന്റെ MD ആന്റോ അഗസ്റ്റിനും ഈ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്നാൽ UDFന്റെ അവകാശവാദങ്ങളെ വെറും തട്ടിപ്പാണെന്ന് ആന്റോ വിമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇറങ്ങി കയ്യിലെ കാശെല്ലാം നഷ്ടമായ കോൺഗ്രസ് വിജയിക്കുമെന്ന പ്രതീതിയുണ്ടാക്കി പണം തട്ടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ആന്റോ പറയുന്നത്. ആന്റോ അത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മരമുറി കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അന്വേഷണങ്ങളിൽ നിന്ന് താൽക്കാലികമായി തലയൂരി നിൽക്കുകയാണ് റിപ്പോർട്ടർ ചാനലും ആന്റോയും. ഇതിന്റെ ബാക്കിയായി സംസ്ഥാനത്ത് LDFനെയും CPMനെയും വെള്ളപൂശുകയാണ് റിപ്പോർട്ടർ ചാനൽ ചെയ്യുന്നത്. കേസന്വേഷണം മുക്കിയതിനുള്ള നന്ദി സൂചകമാണോ ഇതെന്നും വ്യക്തമല്ല. പിന്നാലെ കോൺഗ്രസിനെയും UDFനെയും ആക്രമിച്ച ആന്റോയെ തങ്ങൾ അധികാരം പിടിച്ചാൽ പിടിച്ച് അകത്തിടുമെന്ന് പരസ്യമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തു വില കൊടുത്തും LDFനെ നിലനിർത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മീറ്റ് ദി എഡിറ്റേഴ്സ് പരിപാടിയിൽ UDFന്റെ അവകാശവാദത്തിന് പിന്നിൽ ചില ബിസിനസ് താല്പര്യങ്ങളുണ്ടെന്ന് സ്ഥാപിക്കുകയാണ് ആന്റോ അഗസ്റ്റിൻ. എന്നാൽ ആന്റോയുടെ ഈ തിയറിയെ വളരെ മോശം വൃത്തികെട്ട വാക്കുകൾ എന്നൊക്കെയാണ് മാധ്യമപ്രവർത്തക സ്മൃതി പരുത്തിക്കാട് വിശേഷിപ്പിക്കുന്നത്. UDF തരംഗം ആഞ്ഞടിക്കുമെന്ന് CPM പോലും പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ UDFന്റെ അവകാശവാദത്തിന് വെറും ബിസിനസ് ആണെന്നൊക്കെ പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഘടകമാണ്. CPMും CPIയും ജില്ലകൾ തോറും നടത്തിയ വിശകലനത്തിൽ നിന്ന് പല സിറ്റിംഗ് സീറ്റുകളും അവർക്ക് നഷ്ടമാകുമെന്ന് അവർ തന്നെ പറയുമ്പോഴാണ് ചാനൽ മുറിയിലിരുന്ന് കോൺഗ്രസിനെതിരെ നട്ടാൽ മുളക്കാത്ത ആരോപണങ്ങളുമായി ആന്റോ അഗസ്റ്റിനും റിപ്പോർട്ടറും രംഗത്ത് വരുന്നത്. സ്മൃതി എന്ന മാധ്യമ പ്രവർത്തക അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും ഇല്ലാത്ത ന്യായങ്ങൾ നിരത്തിയാണ് ആന്റോ തന്റെ ഭാഗം ചാനലിൽ അവതരിപ്പിക്കുന്നത്. ആന്റോയുടെയും സ്മൃതിയുടെയും വാക്കുകൾ കേൾക്കാം. നിങ്ങളുടെ കാര്യം പറയുമ്പോൾ മാത്രം ഈ പറഞ്ഞ UDFന്റെ കാര്യം മാത്രം പറയുമ്പോൾ അയ്യോ മുഖം പിണറായി വിജയന്റെ കോൺഗ്രസ് ചെയ്ത പണി എന്താ? ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക സാറേ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, കേരളത്തിൽ 2016 ഇലക്ഷനിൽ നിങ്ങൾ കേരളത്തിൽ ഹോർഡിംഗ് വെച്ചതിന്റെ ലിസ്റ്റ് സർക്കാർ പുറത്തു കൊടുത്തേ. 2010 അന്ന് ഈ പറഞ്ഞ ഇടതുപക്ഷം ഭരണത്തിലില്ല. അന്ന് LDF ഒരു എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ബോർഡ് വെച്ചത് അന്നത്തെ സർക്കാർ വെച്ചതിനേക്കാളും കൂടുതലാണ്. സമയം പിടിക്കും. അല്ല, ഇത് പിന്നെ ഒരു മിനിറ്റ്, എപ്പോഴും ന്യായീകരിച്ചിരുന്ന കുറെ പേർക്കെങ്കിലും നേരം വെളുത്തില്ല. ഒരു നേരം വെളുത്തില്ല. അല്ല, ഒരു മിനിറ്റ്, ഒരു നേരം വെളുത്തിട്ടില്ല. ഒരു കാര്യം, ഒരു നേരം വെളുത്തില്ല മേഡം, ഒരു നേരം വെളുത്തില്ല. 2020 ഞാൻ പറയുന്നത് ഇന്ന് പിന്നെ ഞാൻ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ നേതാക്കന്മാരുടെയും ബൈറ്റ് റിപ്പോർട്ട് TV ടെലികാസ്റ്റ് ചെയ്തല്ലോ. അതിൻ്റെ അത് ചാണ്ടി ഉമ്മനോട് ചോദിക്കുന്നുണ്ട് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത്. ജയിക്കും. ഒറ്റ വാക്കേ ഉള്ളൂ, ജയിക്കും. ഞങ്ങൾ അധികാരത്തിൽ വരും. ഒരു ശൈലിയില്ല. ചാണ്ടിന് ഒരു പിരിവിന്റെ ഉദ്ദേശമില്ല, അത്രേ ഉള്ളൂ. ചാണ്ടി ഊത്തിന് പിരിവിന്റെ ഉദ്ദേശമില്ല. പിരിവിന്റെ ഉദ്ദേശമുള്ളവരൊക്കെ നല്ല റേഡിച്ച് പറയുന്നു. മോശമൊന്നല്ല. താങ്കളെ പോലുള്ള എന്നെ പോലുള്ള വ്യവസായികളല്ല. വളരെ മോശമായി പോയി. പിരിവിന് വേണ്ടിയാണ് വളരെ മോശമാണ്. 2011 മുതൽ